ഗ്രീസിലേക്ക് നോക്കിയാൽ മതി, റോമിലേക്ക് നോക്കിയാൽ മതി, ബാബിലോണിയൻ മെസപ്പൊട്ടാമിയൻ സംസ്കാരങ്ങളിലേക്ക് നോക്കിയാൽ മതി, മായൻ ഇൻകോ സംസ്കാരങ്ങളിലേക്ക് നോക്കിയാൽ മതി, ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കൃതികളുടെ അവസ്ഥ എന്തായെന്ന് പരിശോധിച്ചാൽ മതി. എല്ലായിടത്തും ഒന്നിൻ്റെ ആവർത്തനമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത സമാജങ്ങൾക്ക് നിലനിൽപ്പില്ല. ഇവിടങ്ങളിലെല്ലാം മഹത്വപൂർണമായ പ്രാചീന സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. എല്ലായിടത്തും ഈ സംസ്കാരങ്ങൾ മുഴുവൻ തച്ച് തകർക്കപ്പെട്ടു. ആരാൽ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ: മതത്താൽ, മതങ്ങളാൽ. മതങ്ങളാണ് സംസ്കാരത്തെ നശിപ്പിക്കുക. ചിലരെങ്കിലും ചിന്തിക്കും, എങ്ങനെ? സംസ്കൃതിയും മതവും വനവും തോട്ടവും പോലെയാണ്. വനം എന്നാൽ ആയിരക്കണക്കിന് സസ്യങ്ങൾ, വൃക്ഷജാലങ്ങൾ, വള്ളിപ്പടർപ്പുകൾ ഒന്നിച്ചിടകലർന്ന് സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്ന ഇടങ്ങളാണ്. അവിടെ ജന്തുക്കളും പക്ഷികളും മറ്റ് എല്ലാം ഒന്നിച്ച് ഇടപഴകി ജീവിക്കുന്നു. അത് ശ്യാമളമാണ്, സുന്ദരമാണ്, സുഖതമാണ്. അവിടെ വൈവിധ്യങ്ങളെ ആദരിക്കുന്നു. ഇതുപോലെയാണ് സംസ്കൃതി. നീ നിന്റെ വിശ്വാസത്തിൽ കഴിഞ്ഞുകൊള്ളൂ, നീ നിന്റെ ആചാരങ്ങളിൽ കഴിഞ്ഞുകൊള്ളൂ, ഞാൻ എൻ്റെ വിശ്വാസങ്ങളിലും എൻ്റെ ആചാരങ്ങളിലും കഴിയും, ഞാൻ നിന്നെ നിന്ദിക്കാൻ വരില്ല, നീ എന്നെയും നിന്ദിക്കരുത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ പരസ്പര ആദരവോടും പരസ്പര സ്നേഹത്തോടു കൂടിയും നമുക്ക് വർത്തിക്കാമെന്ന കാഴ്ചപ്പാടാണ് സംസ്കൃതിയുടേത്. എന്നാൽ മതം അതല്ല. മതം തോട്ടമാണ്, ഏകവിള തോട്ടം. ഈ വൈവിധ്യമാർന്ന വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് നിലം ഉഴുത് നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് അതിൽ വൃക്ഷത്തൈകളോ വിത്തുകളോ നട്ട് വെള്ളമൊഴിച്ച് വളം കൊടുത്ത് വളർത്തി അവ വളർന്നു വരുമ്പോൾ പച്ചപ്പുണ്ടാവും. പക്ഷേ ആ പച്ചപ്പ് നിറഞ്ഞ വൃക്ഷങ്ങൾ നിറഞ്ഞ ഇടം വനമല്ല, അത് തോട്ടമാണ്. യൂക്കാലിപ്റ്റസ് തോട്ടം, അക്കേഷ്യ തോട്ടം, മുളൻ തോട്ടം, മാവിൻ്റെ തോട്ടം, പ്ലാവിൻ്റെ തോട്ടം, റബ്ബർ തോട്ടം. തോട്ടം ഒരിക്കലും വനമല്ല.